ഹലോ ഹലോ. എന്താ വിളിക്കാൻ വൈകിയേ? കുറച്ച് ബിസി ആയിപ്പോയി, അതാണ്. എപ്പ എത്തി? കുറച്ച് നേരമായി. ഞാനും വേഗം എത്തി, ബസ്സിൽ എത്തി വേഗം. വീട് വരെ ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ആരെങ്കിലും കണ്ടാലോ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ബസ്സിന് പോകാന്ന് വിചാരിച്ചു. അതെ അതെ, അത് നന്നായി. പിന്നെ കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതിയാവും ആളുകൾക്ക്. ആരും കണ്ടില്ലല്ലേ? ഇല്ല എന്ന് വിചാരിക്കുന്നത്. പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലത്തല്ലേ വണ്ടി ഇറങ്ങിയത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതാരെങ്കിലും ആണെന്ന് വിചാരിക്കാം, നമ്മള് സ്കൂളിൽ പോകുന്ന എന്തെങ്കിലും കാര്യമാണെന്ന് വിചാരിച്ചോളൂ. ട്രിപ്പാണ്, വേറെ ടീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ടീച്ചറെ വീട്ടിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ടീച്ചർക്ക് സുഖമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ ഞാൻ വീട്ടിലാക്കിയിരുന്നു. ലീവ് ആയതുകൊണ്ട് അവിടെ ആക്കിയ അവരെ. അവരിപ്പോ എന്താ വരുമെന്നറിയില്ല, നാളെ വരുമെന്നൊന്ന് വിളിച്ചു നോക്കണം, അറിയില്ല. മൂവി കാണാൻ സമ്മതിച്ചില്ലല്ലോ. അതെന്താ നിങ്ങളോട് ചോദിക്കുന്നേ? ആള് കുറവായിരുന്നു അല്ലേ? അത് അങ്ങനെ ഒരു മൂവിയാണ്. എനിക്ക് തോന്നി ആള് കുറവുള്ള മൂവി നോക്കി ബുക്ക് ചെയ്തതാണ് എനിക്ക് തോന്നി. മൂവി അത് എന്താന്ന് പോലും കണ്ടില്ല ഞാൻ. എന്താ ചിരിക്കുന്നേ? ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ല. തനിച്ചാണോ അവിടെ? ഇങ്ങോട്ടായിരുന്നോ? നൈറ്റ് വീഡിയോ കോൾ ചെയ്യോ? അപ്പൊ വൈഫ് ഉണ്ടാവില്ല? ഇല്ല, വൈഫ് ഉണ്ടാവില്ല. എവിടെ പോയി? അവള് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആണോ, എന്നാ വീഡിയോ കോൾ ചെയ്യാം. നൈറ്റ് എത്ര മണിക്ക് വിളിക്കണ്ടേ? അമ്മ ഉണ്ട് ഇവിടെ, അമ്മായിയമ്മ. ഞാനൊരു മെസ്സേജ് അയക്കാം, സമയം നോക്കിയിട്ട്. എത്ര മണിക്ക് കിടക്കും? ഒരു 10 മണിയൊക്കെ ആകുമ്പോ കിടക്കാൻ തുടങ്ങാം. ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം, റൂമിലേക്ക് കയറാം. അപ്പൊ കുഴപ്പമില്ല, ഞങ്ങള് മുകളിലാണ്. അപ്പൊ ഞാൻ റൂമ്, അമ്മ താഴെ കിടക്കും. അപ്പൊ വലിയ ഫീലില്ല, സൗണ്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഏട്ടനാന്ന് വിചാരിക്കും. നമുക്ക് അടിപൊളിയാക്കാം. പിന്നെന്താ, ലീവ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ആഴ്ചത്തെ ലീവിന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് സ്ഥലം മാറി വരാൻ ചാൻസ് ഉണ്ട്, എന്താന്ന് അറിയില്ല. പിന്നെ ഒന്നും നടക്കില്ലല്ലോ. ഞാൻ വേറെ എങ്ങോട്ടേക്ക് സ്ഥലം മാറിക്കും. ട്രാൻസ്ഫർ പഠിക്കാം. എവിടേക്ക് കിട്ടാനാ, ഞാൻ വെറുതെ പറഞ്ഞ. പിന്നെന്താ, പിന്നെ മക്കള് പോയിണ്ടാവൂലേ? വൈഫിന്റെ കൂടെ നൈറ്റ് വിളിക്കുമ്പോ നേരിട്ട് കാണാറല്ലേ? എന്ത് കാണാന്ന്? എന്തൊക്കെ കാണിക്കും? എന്ത് ഡ്രസ്സാ ഇടുക നൈറ്റ്? എന്താ കിടക്കുമ്പോ എന്ത് ഡ്രസ്സാ ഇടുക? എന്താറുണ്ട്? സാധാരണ എന്താ ഇടാറ്? ഞാൻ നൈറ്റി. ആണോ? ഈ നൈറ്റ് ഡ്രസ് ഒന്നും യൂസ് ചെയ്യില്ല? നൈറ്റ് ഡ്രസ് എന്താ ഉദ്ദേശിച്ചേ? പുതിയ മോഡലായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മിറ്റാരെ കാണിക്കാണ്. ഇനിയിപ്പോ ഞാൻ കാണാറുണ്ടല്ലോ. വേലൊക്കെ എനിക്ക് എവിടേക്കോ വേദന ആവുന്നുണ്ട് കേട്ടോ. പിടുത്തൊക്കെ കുറച്ച് കൂടിയുണ്ട്. വേദന ഉണ്ട്. അതങ്ങ് മാറും, കുളിച്ചാ മതി. പിന്നെ എന്താ പറയുന്നത്? ഷൂപ്പ് പറ്റായിട്ടല്ലേ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുന്നത്. എനിക്ക് നല്ല മൂടുണ്ട്. നടക്കൂല. ഭക്ഷണം കഴിച്ചോ? അവിടെ ആരുടെ വീട്ടില് അമ്മ ഉണ്ടോ? അമ്മയൊക്കെ നേരത്തെ കിടക്കുവോ? ഒരു 9:30 മണിയാകുമ്പോ കിടക്കും. നിന്റെ അനിയത്തി അങ്ങോട്ട് വരില്ലേ?
വീട്ടിലേക്ക് വരല്ലേ? ആ കല്യാണമൊക്കെ നോക്കുന്നുണ്ട് അവർക്ക്. അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ്. എവിടെയെങ്കിലും ജോലി റെഡിയായോ? ആ നോക്കുന്നുണ്ട്. അങ്ങനെ റെഡി ആവാനുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. ഒന്നും പറയാനായില്ല. കല്യാണം ഏകദേശം എപ്പോ ഉണ്ടാവും? അതിന് റെഡി ആയിട്ട് ഇല്ല, റെഡി ആവുന്നേ ഉള്ളൂ. ഞങ്ങൾ നോക്കി തുടങ്ങിയിട്ടല്ല, അത് അങ്ങോട്ട് എല്ലാം ഒത്തു വരുന്നില്ല, അതുകൊണ്ടാണ്. നല്ല ഗ്ലാമർ കിട്ടിയല്ല അയ്യാ അവിടെ മേലിൽ കണ്ടു വെക്കല്ലേ. നല്ല അടിപൊളിയാണ് കാണാൻ, നിന്നെക്കാൾ ഭംഗിയുണ്ട്. ഓ ആയിക്കോട്ടെ, എന്നാ എന്നെ വിളിക്കണ്ട. പിന്നെ അവളെ വിളിച്ചതിന്റെ വഴിയെന്നാ? ഓ ഇപ്പൊ കിട്ടും. നമ്പർ തന്നാൽ ഞാൻ വിളിച്ചോളൂ. അയ്യടാ ഭയങ്കര കള്ളനാ. ആണോ? പിന്നെന്താ? എന്താ പിന്നെ വിളിക്കാട്ടോ. ഓക്കെ ഓക്കെ.